ഹലോ, നിങ്ങൾ മടിയന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ലേസി ഗാഡ്ജറ്റ്സ് ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ മടിയന്മാർ മാത്രം കണ്ടാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഈസി ആക്കാനായിട്ട് ഈ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചാൽ വലിയ ഉപകാരമായിരിക്കും. ഓരോന്നേരം നോക്കാം. ഒന്നാമത്തെ എന്തോന്ന് അറിയാമോ? ഒരു കണ്ണാടി. നോർമൽ കണ്ണാടി എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ലേസി റീഡേഴ്സ്, അതായത് നിങ്ങൾക്ക് വായിക്കാനും ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണ്ണാടിയാണ്. ഇതാ ജസ്റ്റ് ചെറിയൊരു പാക്കറ്റിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാക്കറ്റാണ് കേട്ടോ. സന്തോഷം. ഇതിനകത്തുള്ളൊരു സീൻ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കണ്ണും പുല്ലൊന്നും കണ്ടുകൂടാത്തതുകൊണ്ട് അപ്പം എൻ്റെ ഈ കണ്ണാടിയുടെ പുറത്തുകൂടി മാത്രമേ എനിക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വയ്ക്കുവാണേ. ഇതെന്താണ് പരിപാടി എന്നറിയാമോ നിങ്ങൾക്ക്? ഇതെന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബുക്ക് ഇവിടെ ഇരിക്കുവാണ്, നമ്മുടെ കയ്യിലൊരു ബുക്ക് ഇരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് തല കുനിച്ച് വെച്ച് വായിക്കാനായിട്ട് മടി, നിങ്ങൾക്ക് തല കുനിക്കാൻ വയ്യ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ണാടി വെച്ചിട്ട് നേരെ നോക്കിയാൽ മതി. പക്ഷേ ഈ കണ്ണാടി കൂടി നോക്കുന്ന സമയത്ത് നമുക്കിതാ താഴോട്ടുള്ള ആംഗിളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാര്യം ഇതിനകത്ത് കുറേ മിറേഴ്സ് വെച്ചിട്ടുള്ളതുകൊണ്ട് ആ മിറേഴ്സിൻ്റെ ആ റിഫ്ലക്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പരിപാടി നടക്കും. ഈ ഒരു കണ്ണാടിയുടെ ശരിക്കുള്ള ഉപയോഗം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ബെഡിൽ കിടന്ന് TV കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ബെഡിൽ ഇങ്ങനെ മലന്ന് കിടന്നു കഴിഞ്ഞാൽ TV കാണണമെന്നുണ്ടെങ്കിൽ TV നിങ്ങളുടെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എത്തി നോക്കണം, അല്ലെങ്കിൽ തല ഇങ്ങനെ പൊക്കി നോക്കണം. തല പൊക്കിയൊന്നും നോക്കാതെ നിങ്ങൾക്ക് മലന്ന് കിടന്നുകൊണ്ട് TVയും ബുക്കൊക്കെ വായിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കിടന്നിട്ട് ഈ കണ്ണാടി എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് TV ഇതിൻ്റെ അകത്തോട്ട് കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട്. ഓക്കെ, അപ്പോൾ ഈ സാധനം ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. വെർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. അടുത്ത് നോക്കാം. അടുത്തത് ഒരു മഗ്. ഇത് വെറും മഗ്ഗൊന്നുമല്ല, സ്വന്തമായിട്ട് തന്നെ കലക്കുന്ന കപ്പ്. നമ്മളിപ്പം നമുക്കറിയാം, ഒരു ചായയൊക്കെ നമ്മുടെ കപ്പിനകത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരിക്കും, അത് ചിലപ്പോൾ കലങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ കലങ്ങാനായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ സ്പൂൺ വെച്ച് കലക്കേണ്ടി വരും. ഇനി സ്പൂൺ വെച്ച് കലക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു കപ്പിൻ്റെ അകത്ത് നിങ്ങളുടെ കാപ്പിയോ ചായ എന്താണെന്ന് വെച്ച് ഒഴിക്കുക. എന്നിട്ട് ഇവിടെ താഴെ നമുക്ക് ബാറ്ററി ഇടാനായിട്ടുള്ള കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. എന്നിട്ട് ഈ മഗ്ഗിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടണിൽ പിടിച്ച് അമർത്തപ്പോൾ എന്താണ്, നിങ്ങളുടെ ചായയോ പാലോ ബൂസ്റ്റോ ഹോർലിക്സോ ഒക്കെ സ്വന്തമായിട്ട് കലങ്ങിക്കോളും. നിങ്ങൾ ഇങ്ങനെ ഇട്ട് കലക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചുമ്മാ ചായ എടുത്ത് ഇതിനകത്തേക്ക് ഒഴിക്കുക, നിങ്ങൾക്ക് വേണ്ട ഷുഗർ ഇടുക, എന്നിട്ട് ഈ സാധനം കൊണ്ട് ഇങ്ങനെ നടന്നാൽ മതി. ഇത് തന്നെ സ്വന്തമായിട്ട് ചുറ്റിക്കറങ്ങി നിങ്ങളുടെ ചായ ഉണ്ടാക്കി തന്നോളൂ. അടിപൊളിയല്ലേ? അടുത്ത കാഴ്ച. ഈ സാധനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇതടുത്ത് വേറൊരു പരിപാടിയാണ്. ഇതെന്താണെന്നറിയാമോ? ഇത് ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഗാഡ്ജറ്റാണ്. ഫൈനലി ഞാൻ അതിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായോ? വേറെ ഒന്നുമല്ല, സിമ്പിൾ പരിപാടിയാണ്. അതായത് നമ്മളിപ്പം നമ്മുടെ ഫോണിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ വീഡിയോസും മൂവീസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലേ, ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ തിന്നാനായിട്ടൊക്കെ എടുത്തുകൊണ്ട് വരും. അതിനകത്ത് ഏറ്റവും പാടായിട്ടുള്ളൊരു സാധനമാണ് ഈ തോട് പൊളിച്ച് തിന്നേണ്ട സാധനങ്ങൾ. അതായത് കപ്പലണ്ടി, അതുപോലെ തന്നെ പിസ്ത. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് തോട് പൊളിച്ച് തിന്നതിന് ശേഷം ഈ തോട് എവിടെയെങ്കിലും കളയണം. പൊതുവേ നമ്മൾ എന്ത് ചെയ്യും? അവിടെ എവിടെയെങ്കിലുമൊക്കെ വാരി വലിച്ചിടും. എന്നിട്ട് അതിനെ നമ്മൾ തൂത്ത് കളയാനൊക്കെ ഭയങ്കര മടിയാണ്. എന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഷോ കാണാനായിട്ട് നിങ്ങളുടെ ഫോൺ ഇവിടെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. കണ്ട, ഫോൺ പ്ലേസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്താണോ കഴിക്കാനുള്ളത്, പിസ്തയെന്ന് നമുക്ക് എടുക്കാം. പിസ്തേനെ കുറച്ച് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഓരോ പിസ്തയായിട്ട് എടുത്ത് പൊളിച്ച് പിസ്ത കഴിച്ചതിന് ശേഷം അതിൻ്റെ തോട് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഇതിൻ്റെ അകത്ത് എന്നിട്ട് നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ ഇതിനകത്തൊന്ന് ഈ തോടിനെടുത്ത് കളഞ്ഞാൽ മതി. സിമ്പിൾ. എങ്ങനെയുണ്ട്? അപ്പോൾ എണീറ്റ് പോയി വേസ്റ്റ് കളയാനായിട്ട് മടിയുള്ളവർക്കും അതുപോലെ തന്നെ ഇതിനെ എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് മടിയുള്ളവർക്ക് ഇങ്ങനെ ഈ ഒരു ഗാഡ്ജറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സിനിമയൊക്കെ കണ്ട് തിന്ന് ഇരിക്കാനായിട്ട് പറ്റും. അടുത്ത ഗാഡ്ജറ്റ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന സാധനം തന്നെയാണ്. ഇതേപോലെ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മുന്നേ ഒരു ഗാഡ്ജറ്റ് സീരീസിൽ. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ തോളിലിടാൻ പറ്റുന്ന ഫാൻ. എന്നാൽ ഇപ്രാവശ്യം നമുക്ക് തോളിലിടാൻ പറ്റുന്ന ഫാൻ അല്ല, തോളിലിടാൻ പറ്റുന്ന മൊബൈൽ ഫോൺ ഹോൾഡർ. ഇതെങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇത് തോളി കൂടി, അയ്യോ അമ്മോ, ഓക്കെ, തോളി കൂടി ഇടാം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ നീട്ടി വയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് വയ്ക്കാം. ഈ സാധനം ഇങ്ങനെ തോളിലോട്ട് ഇട്ടതിന് ശേഷം നിങ്ങളുടെ ഐപാഡോ അല്ലെങ്കിൽ ടാബ്ലറ്റോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോൺ ഹോൾഡറിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോളിലിട്ട് വീഡിയോസും മൂവീസൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ ഫോൺ കൈ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ മടിയന്മാർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അടുത്ത ഗാഡ്ജറ്റ്. നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഗാഡ്ജറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പലപ്പോഴും നിങ്ങളുടെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ
നമ്മുടെ വീടൊക്കെ തുടയ്ക്കാനും അതുപോലെ തന്നെ കാറൊക്കെ തുടയ്ക്കാൻ പറ്റിയൊരു സാധനമില്ലേ, സ്പോഞ്ച് പോലെ ഇരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ നല്ല വൃത്തിക്ക് നിങ്ങളുടെ കാറ് തുടയ്ക്കാം. അതുപോലെ തന്നെ സ്ക്രീനൊക്കെ തുടയ്ക്കാൻ പറ്റും. മൈക്രോ ഫൈബർ ക്ലോത്തിൻ്റെ ഒരു സാധനമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. എന്നാൽ ഇത് കാർ ക്ലീൻ ചെയ്യാൻ മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇതൊരു ചെരുപ്പാണ്. അതായത് നിങ്ങളുടെ കാലിൻ്റെ അകത്തല്ല, നിങ്ങൾക്ക് കാലിലിടാം. ഫോർ എക്സാമ്പിൾ കണ്ടാ എങ്ങനെയുണ്ട്, കണ്ടാ. നിങ്ങളുടെ വീട് എപ്പോഴും നിങ്ങൾക്ക് ക്ലീൻ ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ 2 കാലിലും ഈ സാധനം ഇടുക, എന്നിട്ട് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങളുടെ വീടും ക്ലീൻ ആക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമും നിങ്ങളുടെ ഫ്ലോറൊക്കെ ക്ലീൻ ആക്കുകയും ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് വീട്ടിൻ്റെ അകത്ത് ഇടാനായിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു ചെരുപ്പും ആവും. നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഈ ഗാഡ്ജറ്റുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഗാഡ്ജറ്റ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ഗാഡ്ജറ്റാണ് ഫേവറേറ്റ് ആയിട്ടുള്ളതെന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഒരുപാട് വർക്കും റിസർച്ചൊക്കെ നമ്മൾ ഇതിൻ്റെ പുറകിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈക്കും സബ്സ്ക്രൈബും കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നായിരിക്കും. ബൈ.